അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടുന്ന കബൂലാക്കുമാറാകട്ടെ. وعن ثوبان رضي الله عنه عن النبي صلى الله عليه وسلم قال إن المسلم إذا عاد أخاه المسلم لم يزل في خرفة الجنة حتى يرجع. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നൽ മുസ്ലിമ, തീർച്ചയായും മുസ്ലിമായ മനുഷ്യൻ, ഇദാ ആദ അഖാഹുൽ മുസ്ലിം, അവന്റെ സഹോദരനായ മറ്റൊരു മുസ്ലിമിനെ സന്ദർശിച്ചാൽ, അത് രോഗ സന്ദർശനമാണെങ്കിലും അല്ലാത്ത ഏതൊരക്കായാലും സന്ദർശിച്ചാൽ, ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്നതി, അവൻ സ്വർഗത്തിലെ ഖുർഫത്തുൽ ജന്നയിലായിക്കൊണ്ടേയിരിക്കും. ഹത്താ യർജിഅ, ആ സഹോദരനെ സന്ദർശിച്ച് മടങ്ങി വരുന്നത് വരെ. ഈ ഖുർഫത്തുൽ ജന്ന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സഹാബത്തിന് മനസ്സിലായില്ല. ഖീല, ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് വമാ ഖുർഫത്തുൽ ജന്ന, എന്താണ് നബിയേ ഈ ഖുർഫത്തുൽ ജന്ന എന്ന് പറഞ്ഞാൽ? ഖാല ജനാഹ, അത് സ്വർഗത്തിൽ നിന്ന് പറിച്ചെടുക്കപ്പെടുന്ന ഒരുതരം പഴമാണ്, ഫ്രൂട്ട്സാണ്. അത് ഈ മനുഷ്യന് കിട്ടുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോൾ സഹോദരനെ സന്ദർശിക്കുന്നതിന് കിട്ടുന്നത് സ്വർഗം ഉണ്ടെന്ന് ഉറപ്പായി. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന പ്രത്യേകമായ കായ്കനികളും അതും ഉണ്ടെന്ന് ഉറപ്പായി. അപ്പൊ രണ്ട് കാര്യമാണ് ഇതിൽ മനസ്സിലാകുന്നത്: സ്വർഗീയ പ്രവേശനവും അതോടൊപ്പം അവിടെ നിന്ന് കിട്ടുന്ന പ്രത്യേകമായ ഈ അനുഗ്രഹവും. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഅൻ അലി റളിയല്ലാഹു അൻഹു ഖാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലി ഇബ്നു അബീ താലിബ് തങ്ങൾ പറയാണ്, റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു. എന്താ? മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമ, ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനെ സന്ദർശിക്കുകയില്ല. ഗുദുവത്തൻ, രാവിലെ ഒരു മുസ്ലിമായ സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പോകുന്ന ഒറ്റ മുസ്ലിമായ മനുഷ്യനും ഇല്ല. അങ്ങനെ പോയാൽ 70 മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്യും. അപ്പം ഏതൊരു മുസ്ലിമായ മനുഷ്യനെ സന്ദർശിക്കാൻ പോവോ ഈ മലക്കിന്റെ പ്രാർത്ഥന കിട്ടിയിട്ടല്ലാതെ പോവില്ല. അപ്പൊ പോകുന്ന ഏതൊരാൾക്കും മലക്കിന്റെ 70,000 മലക്ക്, 70 മലക്കല്ല, എത്ര? 70,000 മലക്കുകളുടെ പ്രാർത്ഥന രാവിലെ ഒരു സഹോദരനെ സന്ദർശിക്കാൻ പോകുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഗുണമാണ്. ഹത്താ യുംസി, അത് വൈകുന്നേരം വരെ അത് നിലനിൽക്കും. ആ പ്രാർത്ഥന രാവിലെ ഒരു സഹോദരനെ സന്ദർശിക്കാൻ പോയാൽ വൈകുന്നേരം വരെ എന്ത് ചെയ്യും? ആ പ്രാർത്ഥന അങ്ങനെ നിലനിൽക്കും. അതേസമയം വൈകുന്നേരത്ത് സന്ദർശിക്കാൻ പോയാൽ ആ സമയത്തും 70,000 മലക്കിന്റെ ദുആ അവനുണ്ട്. അപ്പം വൈകുന്നേരത്തിൽ സഹോദരനെ സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ 70,000 മലക്കിന്റെ ദുആ കിട്ടിയിട്ടല്ലാതെ എന്തില്ല, അവൻ പോവില്ല. അപ്പൊ ആ പോകുന്ന ആൾക്ക് 70,000 മലക്കിന്റെ ദുആ കിട്ടും. ഹത്താ യുസ്ബിഹ, എന്ത് ചെയ്യും? പ്രഭാതം വരെ, അടുത്ത ദിവസം പ്രഭാതം വരെ ആ ദുആ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്ന് മാത്രമല്ല, വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, അവന് സ്വർഗത്തിലെ ഖരീഫുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അവനൊരു ഹേമന്തകാലം ലഭ്യമാണ്. അപ്പൊ സ്വർഗീയ പ്രവേശനവും അതിലുണ്ടാകുന്ന ആ ഖരീഫ് എന്ന് പറയുന്ന ഹേമന്തകാലം, ആ കാലം അവനിക്ക് ആ സ്വർഗത്തിൽ എന്ത് ചെയ്യും? അവന് ലഭ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. അലി ഇബ്നു അബീ താലിബ് പറയാണ്, ഇമാം തുർമുദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നാം നമ്മുടെ സഹോദരന്മാരെ സന്ദർശിക്കാൻ പോകുന്നതുകൊണ്ട് കിട്ടുന്ന നേട്ടം ചെറിയ കാര്യമല്ല, ചെറിയൊരു ഗുണമല്ല, വലിയ ഗുണം. കാരണം സ്വർഗീയ പ്രവേശനമാണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യം തന്നെ വാഗ്ദത്തം ചെയ്യുന്നത്. അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരന്മാർ, പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ശത്രുവായാലും ആരായാലും രോഗിയായി കിടന്നാൽ എന്ത് ചെയ്യണം? ഒരു സന്ദർശനം നടത്തേണ്ടതുണ്ട്. അത് ആ സന്ദർശനം കൊണ്ട് രോഗിക്ക് മാത്രമല്ല ഗുണം, സന്ദർശിക്കാൻ പോകുന്ന വ്യക്തിക്കാണ് ഏറ്റവും വലിയ ഗുണം എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന ഗുലാമുൻ യഹൂദിയുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു യഹൂദിയായ ഭൃത്യനുണ്ടായിരുന്നു, ഒരു അടിമ. യഖ്ദുമുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹം
എന്ത് ചെയ്യും, ദാസ്യവേലകളൊക്കെ എന്ത് ചെയ്യും ചെയ്തു കൊടുക്കുന്ന ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളായിരുന്നു ഈ യഹൂദിയായ ഈ അടിമ. ഫമരിദ, അങ്ങനെ രോഗിയായി, ഒരു കുട്ടിയായ അടിമയായിരുന്നു. ഫഅതാഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായപ്പോൾ ആ ഗുലാം കുട്ടിയെ കാണാൻ വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി നബി തങ്ങൾ പോയി. അങ്ങനെ ഫഖഅദ ഇൻദ റഅസി, അങ്ങനെ കുട്ടിയുടെ തലഭാഗത്ത് അങ്ങനെ ഇരുന്നു. ഫഖാല ലഹു അസ്ലിം, നീ മുസ്ലിമാണ് മോനെ എന്നെന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുലാമിനോട് കുട്ടിയോട് പറഞ്ഞു. ഫനദറ ഇലാ അബീ, റസൂലുള്ളാഹി അങ്ങനെ മുസ്ലിമാണെന്ന് പറഞ്ഞപ്പം ഈ കുട്ടിയുടെ പിതാവ് അവിടെ നിൽക്കുകയാണ്. ഞാൻ അയാളുടെ മുഖത്ത് ഇങ്ങനെ നോക്കി. നബി തങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ആ ചോദ്യം, ആ നോട്ടത്തിൻ്റെ അർത്ഥം. ഫഖാൽ, പിതാവ് പറഞ്ഞു അത്രയുടെ അബുൽ ഖാസിം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ വഴിപ്പെടുക, തങ്ങൾ പറഞ്ഞ് അനുസരിക്കുക. അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. അബുൽ ഖാസിം നബികൾക്കൊരു ഓമനപ്പേരാണത്. ഈ ഓമനപ്പേര് മറ്റൊരാൾക്ക് വെക്കാൻ പാടില്ല, ഹറാമാണ്. അബുൽ ഖാസിം എന്ന ഈ എല്ലാവർക്കും ഓമനപ്പേര് വെക്കുന്ന സുന്നത്തുണ്ട്. ഒരു പേരിൻ്റെയോടൊപ്പം എന്ത് ചെയ്യാം, ഒരു ഓമനപ്പേര് വെക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓമനപ്പേരാണെന്ത്? അബുൽ ഖാസിം. പക്ഷേ ഈ ഓമനപ്പേര് മറ്റൊരാൾക്ക് വെക്കാൻ പാടില്ല, ഹറാമാണെന്ന് വളരെ വ്യക്തമായി താപം രേഖപ്പെടുത്തിയിരുന്നു. പറഞ്ഞു വരുന്നത്, ഇയാൾ വാപ്പയുടെ മുഖത്തിങ്ങനെ നോക്കിയപ്പോൾ, ഈ കുട്ടി നോക്കിയപ്പം ആ കുട്ടിയോട് പിതാവ് പറഞ്ഞ് അബുൽ ഖാസിം, നീ നബിതങ്ങൾക്ക് വഴിപ്പെടുക. അങ്ങനെ ഫാസ്ലമ ഉടനെ തന്നെയാണ് ചെയ്തു, മുസ്ലിമായി. അങ്ങനെ സന്ദർശനം കഴിഞ്ഞ് നബിതങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഫഖറജൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബികൾ പുറത്തു വന്ന ശേഷം പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, ആ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുകയും ചെയ്തു. ഇനി ഒരു ഹദീസ് നമുക്ക് നിർത്താം. രോഗിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. രോഗിയെ ആർക്കൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ പ്രാർത്ഥിക്കും. അന്നബിയ സല്ലല്ലാഹു അലൈഹി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദസ്തക്കൽ ഇൻസാനു ശൈഅൻ മിൻഹു, ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായാൽ, ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, എന്തെങ്കിലും അസുഖം ഉണ്ടായി, അല്ലെങ്കിൽ മുറിവോ ഒരു ഒടിവോ എന്ത് ചെയ്തു ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സംഭവിച്ചു. അങ്ങനെ ചെയ്താൽ നബി തങ്ങൾ എന്താ ചെയ്യുന്നറിയോ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നബി തങ്ങൾ തങ്ങളുടെ വിരലിനെ ഇപ്രകാരം എന്ത് ചെയ്യും, ആക്കും. എന്നിട്ട് ആ രൂപം ഈ ഹദീസ് നിവേദനം ചെയ്ത ഒരു റാവിയുണ്ട്, സുഫിയാൻ ഇബ്നു ഉയൈന അർ-റാവി. ഈ ഹദീസ് നിവേദനം ചെയ്ത സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ് നബി തങ്ങൾ ആ വിരൽ വെച്ചത് എങ്ങനെയാണ്? സബ്ബാബത്തഹു ബിൽ അർദി, നബി തങ്ങളുടെ സബ്ബാബത്ത് വിരൽ എന്ത് ചെയ്തു, ആ വിരൽ താഴെ ഭൂമിയിൽ ഇങ്ങനെ വെച്ചു. സുമ്മ റഫഅഹ, പിന്നെ ആ വിരൽ ഉയർത്തി. എന്നിട്ട് നബി പറഞ്ഞു വഖാല, ഒരു മന്ത്രം, ബിസ്മില്ലാഹി തുർബത്തു അർദിന ബിദീഖത്തി ബഅദിന യുഷ്ഫാ ബിഹി സഖീമുന ബിഇദ്നി റബ്ബിന. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മണ്ണിൽ കുത്തിയ വിരൽ എന്ത് ചെയ്തു, അതവിടെ നിന്ന് ഉയർത്തിയതിനു ശേഷം എന്ത് ചെയ്തു, നബി തങ്ങൾ ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ നാമത്തിൽ അവന്റെ സമ്മതത്തോടുകൂടി നമ്മുടെ ഭൂമിയിലെ മണ്ണ് ചില ആളുകളുടെ തുപ്പുനീരിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണം അല്ലാഹ്, യേശുവിന് ശിഫ ഉണ്ടാകട്ടെ എന്ന് നബി തങ്ങൾ ദുആയിരുന്നു. അപ്പൊ ഈ മണ്ണ് ആ സ്ഥലത്ത് പുരട്ടിയാൽ അവിടെ ശിഫയുണ്ട്. മദീനയിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ആ സ്ഥലം ഇപ്പോഴും വളരെ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് മണ്ണിന് ശിഫയുണ്ട് എന്ന് ഹദീസിൽ കാണാം. ആ സ്ഥലത്തെ മണ്ണിലാണ് എന്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിരലങ്ങനെ ഊന്നിയിട്ട് ഈ മന്ത്രം എന്ത് ചെയ്തു, മന്ത്രിച്ച് കയ്യിൽ ഊതി എന്ത് ചെയ്തു, ആ മുറിവുള്ള സ്ഥലം അല്ലെങ്കിൽ ഒടിവുള്ള സ്ഥലത്ത് എന്ത് ചെയ്യും, അത് തേച്ചു കൊടുക്കും, അതോടുകൂടി സുഖപ്പെടും. അങ്ങനെ ഒരു സ്ഥലം മദീനയിൽ പ്രത്യേകം അടയാളപ്പെടുത്തിയ ഒരു സ്ഥലമുണ്ട്. എന്നും പോയാൽ സിയാറ സന്ദർശന വേളയിൽ ആ സ്ഥലം കൂടി കാണിക്കാറുണ്ട്, ഉംറയ്ക്കോ ഹജ്ജിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ആ മണ്ണ് എന്ത് ചെയ്തു, തുറബ, ആ പറഞ്ഞ മണ്ണ് വലിയ ബറക്കത്തുള്ള തുറബത്താണ്, വലിയ പുണ്യമുള്ളതും ശിഫയുള്ളതുമായ മണ്ണാണെന്ന് ഹദീസിൽ കാണാം. ആ മണ്ണിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്, ഈ വിരൽ ഊന്നിയിട്ട് മന്ത്രിച്ച് തേച്ചു കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് ആ സ്ഥലമൊന്ന് കാണാനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പറഞ്ഞു കൊണ്ടുവരുന്നത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുപ്പുനീര്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലിൻ്റെ ഇടയിൽ നിന്ന് വന്ന വെള്ളം, ഇങ്ങനെ തുടങ്ങി മുത്തബറക്കായ ഒരുപാട് മുഅ്ജിസാത്തുകൾ ഹദീസുകൾ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ പഠിക്കാനും കേൾക്കാനും ജീവിതത്തിലൊക്കെ ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹുവേ, ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ റഹ്മാൻ. മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൊഴിമുത്തുകൾ കേട്ട കാരണം കൊണ്ട് ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് ഇത് രക്ഷപ്പെടുത്തി തരണേ റഹ്മാൻ. അല്ലാഹുവേ, രാവിലെ ഉപജീവന മാർഗവും തേടി പുറപ്പെടുമ്പോൾ ഈ ഹദീസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ വഴികളും നീ തുറന്നു തരണേ റഹ്മാൻ. അല്ലാഹുവേ, ഖൈറായ മാർഗങ്ങളൊക്കെ തുറന്നു തരണേ റഹ്മാൻ. നിന്റെ റഹ്മത്തിന്റെ വാതായനങ്ങൾ തുറന്നു തരണേ റഹ്മാൻ. ഈ റഹ്മത്തിന്റെ 10ന്റെ വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് വാരിക്കോരി തരണേ റഹ്മാൻ. റഹ്മത്തുകൾ തടയപ്പെട്ടവരാക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ ഓരോ ഹറക്കാത്തുകളും സക്കനാത്തുകളും നിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് റഹ്മാനെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഹ്മത്തിനെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഒന്നും നീ പിൻവലിക്കല്ലേ റഹ്മാനെ. برحمتك يا ارحم الراحمين. والحمد لله رب العالمين. صلى الله على محمد. يا رب صل عليه وسلم.